എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവർക്കും കട്ടൻ ചായ 163 അധ്യായത്തിലേക്ക് സ്വാഗതം. ലക്ഷ്മി വെൽക്കംസ് യു. നിങ്ങളുടെ സഹായ സഹകരണങ്ങളിൽ വളരെയധികം നന്ദിയും സന്തോഷവും ഉണ്ട്. നിങ്ങളുടെ സഹായത്താൽ എനിക്ക് കിട്ടിയ സബ്സ്ക്രൈബേഴ്സ് 4455 പേരാണ്. 4455 സബ്സ്ക്രൈബേഴ്സ്. ഓൾ സബ്സ്ക്രൈബേഴ്സ് ആർ വെൽക്കംഡ് ടു ദിസ് പ്രോഗ്രാം. ഒരു കപ്പ് കട്ടൻ ചായ ഉണ്ടാക്കാം. അതിനായി വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഇഞ്ചി, കറുവാപ്പട്ട, ഏലയ്ക്ക, തേയില, മധുരം, വെള്ളം എന്നിവയാണ്. ലെറ്റ് us സ്റ്റാർട്ട്. അടുക്കളയിലേക്ക് പോകാം. അടുക്കളയിൽ ഉള്ള സംവിധാനങ്ങളെല്ലാം നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ആദ്യം കാണുന്നത് ഇൻഡക്ഷൻ കുക്കറാണ്. അതിനുശേഷം നമ്മൾ കണ്ടത് ചായ ഇല, തേയില, ലിപ്റ്റൺ കമ്പനിയുടെ ഡാർജിലിംഗ്. ഇതിന് ശേഷം കണ്ടത് ഏലയ്ക്ക അരിഞ്ഞു വച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് ഐറ്റം ഇഞ്ചിയാണ്. ഇഞ്ചിയും അരിഞ്ഞു വച്ചിരിക്കുകയാണ്. ഇത് കറുവാപ്പട്ട, അതിൻ്റെ പൗഡർ കടയിൽ വാങ്ങിയിട്ടുണ്ട്. സിന്നമൺ പൗഡർ. അടുത്തതായിട്ട് നമുക്ക് വരുന്നത് ഷുഗർ ഫ്രീ സ്വീറ്റ്നർ, അതായത് പഞ്ചസാര രഹിത മധുരം. അത് ആ കുഞ്ഞ് സ്പൂണിന് ഒരു സ്പൂൺ ഐറ്റം ഒരു വലിയ സ്പൂൺ പഞ്ചസാരയ്ക്ക് തുല്യമാണ്. അപ്പോൾ ഇത് 2 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നു. വെള്ളം ഒഴിച്ച് ചായ ഉണ്ടാക്കാനുള്ളതാണ്. ഇത് നമുക്ക് അരിക്കാനുള്ള ഫിൽറ്ററിങ് സിസ്റ്റമാണ്. ഇത് ചെരുവൻ മൂടി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു അടപ്പോട് കൂടിയാണ്. നേരത്തെ അടപ്പൊന്നും ഇല്ലായിരുന്നു, ഇപ്പോൾ പുതിയ സംവിധാനങ്ങൾ അടപ്പ്. ഇത് ചിംട്ടി, അതായത് പക്കട് എന്ന ഹിന്ദിയിൽ പറയും. നെക്സ്റ്റ് ഐറ്റം 2 ഗ്ലാസ് വെള്ളം എടുത്തിരിക്കുന്നത് നമ്മളത് ഒഴിക്കുകയാണ്, പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. അതായത് വർക്ക് തുടങ്ങുകയാണ്. ചായ അനത്താനുള്ള പണി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ വെള്ളം ചെരുവത്തിലേക്ക് ഒഴിച്ചു. 2 ഗ്ലാസ് ഒഴിച്ചു. ഇൻഗ്രീഡിയൻസിൽ ഐറ്റം നമ്പർ 1 ഏലക്ക ഇട്ടു. ഐറ്റം നമ്പർ 2 ഏതാടുന്നത് ഇഞ്ചിയാണ് ഇടുന്നത്. ഇഞ്ചിക്ക് ശേഷം ഐറ്റം നമ്പർ 3 സിനമൺ പൗഡർ സ്വല്പം എടുത്തിടണം. അത് ആ കുഞ്ഞ് സ്പൂൺ കൊണ്ട് സ്വല്പമായിട്ട് എടുത്തിട്ടാൽ മതി. ഒരു നുള്ള് മതിയേ. അതൊരു ഒത്തിരി ആയിക്കഴിഞ്ഞാൽ അതിന് ഭയങ്കര കുത്തലായിരിക്കും. ആ ടേസ്റ്റ് ഇച്ചിരി രൂക്ഷമായി പോകുന്നതിൻ്റെ. ഇത് നമ്മൾ സ്റ്റൗവിൻ്റെ പുറത്തോട്ട് വെച്ചു. ഇൻഡക്ഷൻ കുക്കറിൻ്റെ പുറത്ത് വെച്ചു. ഇനി ഇൻഡക്ഷൻ കുക്കർ ഓൺ ചെയ്യുമ്പോൾ അതിൻ്റെ റീഡിങ് 60 എന്ന് കാണിക്കുന്നു. ഇനി 58 ആകുന്നവരെ 2 മിനിറ്റ് നേരം ഇതിൻ്റെ പുറത്ത് ഇരിക്കണം. എന്നാലേ ഇത് ശരിക്കും വെന്ത് വരുള്ളൂ. വേഗം എന്ന് പറഞ്ഞാൽ ചായ വെന്തെന്ന് പറഞ്ഞാൽ ശരിയല്ല. ഇത് തിളച്ച് അതിൻ്റെ ആ രസമൊക്കെ അങ്ങ് ഇറങ്ങി ടേസ്റ്റൊക്കെ അതിലേക്ക് ഇറങ്ങി വരുള്ളൂ. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഈ ചാനലിൽ ഈ ചായയുടെ പ്രോഗ്രാം 162 സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 163ാമത്തേലേക്ക് കടന്നിരിക്കുകയാണ്. ഇത് എനിക്ക് നഷ്ടമില്ലാത്തൊരു പ്രോഗ്രാമാണ്. അതായത് വാച്ച് അവർ കിട്ടുന്നുണ്ട്, പിന്നെ സബ്സ്ക്രൈബേഴ്സും കിട്ടുന്നുണ്ട്. അത് ഒരു യൂട്യൂബർക്ക് വേണ്ടത് വാച്ച് അവറും സബ്സ്ക്രൈബറുമാണ്. അപ്പോൾ 1000 സബ്സ്ക്രൈബർ കിട്ടുമോ ഇല്ല എന്നുള്ള ഭയത്തിലാണ് ഞാനിതൊക്കെ തുടങ്ങിയത്. പക്ഷേ 1000 സബ്സ്ക്രൈബർക്ക് നിങ്ങൾ തന്ന് 4000 ആയി. അപ്പോൾ അത് ഞാൻ ഭയങ്കര സന്തോഷം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പോലുള്ള സ്നേഹമുള്ളവർ, എത്രയോ നല്ല കൂട്ടുകാരുണ്ട് അതിനകത്ത്. ഇപ്പോൾ പേരെടുത്ത് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്. 4000 പേരുടെയും പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എനിക്കെല്ലാവരും അറിയാം. ആരൊക്കെ കാണുന്നു, ആരൊക്കെ കാണുന്നില്ല, ആരൊക്കെ ലൈക്ക് ചെയ്യുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഞാനും വെറുതെ ഇരിക്കുകയില്ല. ഞാനും ഈ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാവരുടെയും പ്രോഗ്രാം ഞാൻ പോയി ഓരോന്നോരോന്നായിട്ട് ഡെയിലി സമയമുള്ളവരൊക്കെ എടുത്ത് കാണും. പിന്നെ അത് ആർക്കും അയച്ചു കൊടുക്കാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിനകത്ത് നമുക്ക് അത്ര ഫ്രണ്ട്സൊന്നും ഇല്ല ഇങ്ങനെ അയച്ചു കൊടുക്കാൻ പറ്റുന്നതിനകത്ത്. പിന്നെ ഇത് ഇനി ഞാനൊരു ഐഡിയയും കൂടെ പറഞ്ഞുതരാം, പെട്ടെന്ന് അങ്ങ് തീർത്തേക്കാം. അതായത് എൻ്റെ സബ്സ്ക്രിപ്ഷൻ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കൊന്നും വേണ്ട. എൻ്റെ 2500 കൊച്ചു വീഡിയോകളുണ്ട്, കുഞ്ഞു വീഡിയോകൾ. അതിലേക്ക് ഏതെങ്കിലും ഒരു വീഡിയോ ഓൺ ചെയ്തിട്ട് അതിലേക്ക് ഒരു ഇമോജി ഇടുക. അത്രയും ചെയ്താൽ മതി. അത് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് കാണും. ഞാനത് കമൻ്റായിട്ട് മനസ്സിലാക്കുന്നു. കമൻറ്റ് സെക്ഷനിൽ അത് വരും. ഞാനത് നോക്കി അതിൻ്റെ ആ ഉടമസ്ഥനാരെന്ന് വെച്ചാൽ അവരുടെ ഇതിടും.
അവരെ അങ്ങ് ഇത് ചെയ്യും. അപ്പോൾ നമ്മൾ വെള്ളം തിളച്ചു, സ്റ്റൗ ഓഫ് ചെയ്തു, തേയില ഇട്ടു, മൂടി വെച്ചു. അത് മൂടി വയ്ക്കാൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ നിയമം ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് ഇതാണ് അതിൻ്റെ നിയമം, ഞാൻ വായിക്കാതെ. കവർ വിത്ത് എ ലിഡ് ആൻഡ് ബ്രൂ ഫോർ 3 to 5 minutes. ലൈറ്റ് 2 മിനിറ്റും മീഡിയം 3 മിനിറ്റ്, ഡാർക്ക് 5 മിനിറ്റ്. ഇപ്പം നമ്മുടെ മീഡിയത്തിനും ഡാർക്കിനും ഇടയ്ക്കുള്ള ഒരു സമയമാണ്, 3-നും 5-നും ഇടയ്ക്കുള്ള സമയം ഞാനത് മൂടി വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ ആ സമയത്തിന് ഇടയ്ക്ക് നമ്മൾ ചെയ്ത് കുറേ പണികളാണിത്. ഈ അതായത് ഈ പഞ്ചസാര രഹിത മധുരം അത് നമ്മൾ അത് ആ ഫിൽറ്ററിനകത്ത് ഇട്ട് വെച്ചു. ഇനി അത് തുറക്കുന്ന അതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി പണികളും ചെയ്യുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഇത് തുറക്കുന്നത്. അപ്പോൾ തുറക്കുമ്പോൾ നല്ല മണമുള്ള അതിൻ്റെ ആ പെർഫ്യൂം പോലെ നല്ല പെർഫ്യൂം എന്നല്ല പറയും, നല്ലൊരു സ്മെല്ലുണ്ട്. കറുവാപ്പട്ടയുടെ, ഇഞ്ചിയുടെ, ഏലക്കയുടെ സ്മെല്ല്. അപ്പോൾ അത് ബ്രൂ ചെയ്തിരിക്കുകയാണ്. അപ്പം ബ്രൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ കളറും അതിൻ്റെ ആ മണവും എല്ലാം കൂടെ ആ വെള്ളത്തിലേക്ക് അലിഞ്ഞു ചേരുകയാണ്. തേയിലയുടെ സർവ്വഗുണം, അതായത് ഒരു സാധാരണ വെള്ളത്തിനെ ചായയാക്കി മാറ്റുന്ന ആ പരിപാടിയാണ് ബ്രൂ. വെള്ളം നമ്മളെടുത്തു, അത് ഫിൽറ്ററിലേക്ക് ഒഴിച്ച് അപ്പോൾ അരിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ ചായ അരിക്കുക എന്ന് പറയല്ലേ. ചായ അരിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി, പഞ്ചസാര രഹിതമാണെങ്കിൽ തന്നെയും അതൊന്ന് ഇളക്കണം. അത് സാധാരണ നമ്മുടെ ഒരു സ്വഭാവമാണല്ലോ, മധുരം ഇട്ട് ഒന്ന് ഇളക്കുക എന്നുള്ളത്. അങ്ങനെ ഇളക്കി ഇനി കപ്പിലേക്ക് എടുക്കുന്നു. കപ്പ് അത് ഈ പ്രോഗ്രാമിന് വേണ്ടി തന്നെ ഉപയോഗിക്കുന്നൊരു കപ്പാണ്. അത് ഞാൻ അങ്ങനെ ഒരു പഴയ കാര്യം ഓർത്ത് പോയത്, ഉണ്ടായിരുന്നു പോയത്. ഈ കപ്പിന് നേരത്തെ ഉള്ള കപ്പ് പൊട്ടിപ്പോയി, അത് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ കപ്പ് നമ്മുടെ ടേബിളിൽ കൊണ്ടുവച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്ന ടേബിളാണ്. അപ്പോൾ ഇനി വളരെ ആദരവോടുകൂടി ബൈബിൾ എടുത്തുകൊണ്ട് വന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് വായിക്കേണ്ട വചനം തരുന്നത് ഫാദർ മാത്യു വയലാമണ്ണിൽ അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. അതിൽ ജൂലൈ 22 നടന്ന പ്രോഗ്രാമിനനുസരിച്ചാണ് ഈ നമ്മുടെ 163 വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അന്നത്തെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 28ാമത്തെ അധ്യായത്തിൽ 10, 11, 12 എന്നീ വചനങ്ങളാണ് നമുക്കന്ന് വായിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണിപ്പോൾ ഈ ബൈബിളിൽ ഇപ്പോൾ ഈ കാണുന്നത്. അത് നമുക്ക് നേരിട്ട് ബൈബിളിൽ നിന്ന് വായിക്കണമെന്നുണ്ടെങ്കിൽ ക്യാമറയ്ക്കകത്തൂടെ പറ്റില്ല. അതുകൊണ്ട് നമുക്കതിനൊരു സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ബൈബിള് POC ബൈബിളിൻ്റെ ഡൗൺലോഡ് ചെയ്യുന്നതാണത്. അപ്പോൾ അത് കാണിക്കുന്നുണ്ട്, അത് വായിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം അധ്യായം 28, യാക്കോബിൻ്റെ സ്വപ്നം എന്നാണ് അതിൻ്റെ പേര്. 10ാമത്തെ തിരുവചനം മുതൽ വായിക്കുന്നു. യാക്കോബ് ബർഷബായിൽ നിന്നും ഹാരാനിലേക്ക് പുറപ്പെട്ടു. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ വഴിക്ക് ഒരിടത്ത് തങ്ങുകയും രാത്രി അവിടെ ചിലവഴിക്കുകയും ചെയ്തു. ഒരു കല്ലെടുത്ത് തലയ്ക്ക് കീഴെ വെച്ച് അവൻ ഉറങ്ങാൻ കിടന്നു. അവന് ഒരു ദർശനമുണ്ടായി. ഭൂമിയിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു ഗോവേണി, അതിൻ്റെ അറ്റം ആകാശത്ത് മുട്ടിയിരിക്കുന്നു. ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. വചനം ഇവിടെ തീർന്നു. കർത്താവ് ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട എല്ലാവരോടും നന്ദി പറയുന്നു. നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം. ശുഭം, ഗുഡ് ലക്ക്.